3 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത്. ഇതിനു പിന്നാലെ ഈ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഇസ്രയേൽ വിച്ഛേദിച്ചു. അയർലൻഡ്, നോർവേ എന്നിവിടങ്ങളിലെ തങ്ങളുടെ അംബാസഡർമാരെ ഇസ്രയേൽ തിരിച്ചു വിളിച്ചു. സ്പെയിനിൽ നിന്നും അംബാസഡറെ പിൻവലിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിലെ 140 രാജ്യങ്ങളാണ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇവർക്കൊപ്പമാണ് ഇപ്പോൾ 3 യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി എത്തുന്നത്. രക്ഷാ കൗൺസിലിലെ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല. 3 യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കത്തോട് രൂക്ഷമായാണ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രതികരിച്ചത്. എന്നാൽ ഈ തീരുമാനം ഇസ്രയേലിന് എതിരല്ലെന്നും സമാധാനത്തിന് വേണ്ടിയാണെന്നും സ്പെയിൻ പ്രതികരിച്ചു. സ്പാനിഷ് ജനതയുടെ അഭിപ്രായം കണക്കിലെടുത്താണ് നടപടിയെന്ന് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് വ്യക്തമാക്കി. 2 രാഷ്ട്രമെന്നത് മാത്രമാണ് പ്രശ്നത്തിന് പരിഹാരമെന്ന് ഐറിഷ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് നോർവേയുടെ പ്രധാനമന്ത്രി ജോനാസ് ഹഗർ സ്റ്റോയർ പറഞ്ഞത്. തീരുമാനം പലസ്തീൻ സ്വാഗതം ചെയ്തു.